യ ഏകോ വിഭാതി സ്വതഃശുദ്ധചേതാ പ്രകാശസ്വരൂപോऽപി നാനേവദീഷു ശരാവോദഗർത്തോ യഥാ ഭാനുരേഖ സ നിത്യോപലബ്ധിസ്വരൂപോऽഹമാത്മാ. നമസ്കാരം. സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശങ്കരാചാര്യരുടെ ഹസ്താമലക സ്തോത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആത്മസ്വരൂപ വർണ്ണനയെ കുറിച്ചുള്ള പല ശ്ലോകങ്ങളിൽ 8ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഹസ്താമലക സ്തോത്രം. ആത്മാവ് നമ്മുടെ കൂടെ തന്നെ സദാ ഉണ്ട്. ആ ആത്മാവ് ഞാനാണ്. അതിനെ അറിയാത്തത് അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ അറിവുണ്ടായാൽ അതിനെ അറിയാം. അതിനെ അന്വേഷിച്ച് മറ്റൊരിടത്തേക്ക് പോകേണ്ടതില്ല എന്ന ആശയം വരുന്ന കുറേ ശ്ലോകങ്ങൾ. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ. ഇവിടെ യ ഏകോ വിഭാതി സ്വതഃശുദ്ധചേത, നമ്മുടെ ഉള്ളിലുള്ളതായിട്ട് ശുദ്ധസ്വരൂപത്തിൽ ഉള്ള ചേതസ് ഏതൊന്നോ ആ പ്രകാശസ്വരൂപത്തിലുള്ള ആത്മാവ് തന്നെയാണ് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നത്. അല്ല എന്ന് തോന്നുന്നത് നമ്മുടെ അജ്ഞാനത്താലാണ്. ശരാവോദഗർത്തോ യഥാ ഭാനുരേഖ, ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. ജലപാത്രങ്ങൾ പലത് വെച്ചു എന്ന് വിചാരിക്കുക. കുടമായിട്ടും ചരാതായിട്ടും പാത്രമായിട്ടും ചിലപ്പോൾ കുളത്തിലൊക്കെ വെള്ളം, അതിൽ സൂര്യൻ ഉണ്ടാവും, സൂര്യൻ്റെ നിഴൽ. അപ്പം അത് സൂര്യൻ ഒന്നേ ഉള്ളൂ. പക്ഷെ ആ സൂര്യൻ വിവിധ ജലാശയങ്ങളിലോ ജലം ആക്കി വെച്ചതായ പാത്രങ്ങളിലോ വിവിധ രീതിയിൽ പ്രകാശിക്കുന്നു. വ്യത്യാസങ്ങൾ ഉണ്ടാവും, എന്നാലും സൂര്യൻ ഒന്നേ ഉള്ളൂ. ഇതേപോലെ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന, ഇതിന് മുഴുവനും ആധാരഭൂതമായിരിക്കുന്ന ആ പരമാത്മാവ് പല ശരീരങ്ങളിൽ പലതായിട്ട് ശോഭിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവോപദേശത്തിൽ ഭഗവാൻ സൂര്യനിൽ നിന്ന് പഠിക്കേണ്ട തത്വം ഉദ്ധവൻ ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആകാശത്ത് പ്രകാശിക്കുന്ന ഒരൊറ്റ സൂര്യനേ ഉള്ളൂ എങ്കിലും ഉദ്ധവ, അത് പല ജലാശയങ്ങളിൽ പലതായിട്ട് നമുക്ക് കാണാം. എത്ര പാത്രം ഉണ്ടോ അത്ര സൂര്യൻ ഉണ്ടാവും, ഇല്ലേ? പ്രതിബിംബം, സൂര്യനൊന്നേ ഉള്ളൂ, പ്രതിബിംബം അത്ര എണ്ണം ഉണ്ടാവും. ചിലപ്പോൾ വെള്ളം ഇളകുമ്പോൾ ഈ സൂര്യൻ ഇളകുകയും ചെയ്യും. പക്ഷെ ഇതൊന്നും, ഈ നിഴൽ മാത്രമേ ഇളകുന്നുള്ളൂ. യഥാർത്ഥ സൂര്യന് ഇളക്കമില്ല, മാറ്റവുമില്ല, ബഹുത്വവും ഇല്ല. അങ്ങനെ ഏകമായിരിക്കുന്ന ആ സൂര്യൻ പല ശരീരത്തിൽ എപ്രകാരം പ്രകാശിക്കുന്നുവോ അതേപോലെയാണ് സർവേശ്വരിയായിരിക്കും പരാശക്തിയോ അല്ലച്ച ഭഗവാനോ ആരെയാണ് നമ്മൾ ഉപാസിക്കുന്ന വെച്ചാൽ പരമമായിട്ട് പ്രപഞ്ചത്തെ മുഴുവനും വ്യാപിച്ച് ഇതിനെ മുഴുവനും കൊണ്ടു നടത്തുന്ന, എല്ലാറ്റിൻ്റെ ഉള്ളിൽ ഓരോ അണുവിലും ഉള്ളതായിരിക്കുന്ന ആ ഭഗവാൻ, ദേവിയാണ് വെച്ചാൽ ദേവി ആരോ ആവട്ടെ, ആ പരാശക്തി അയക്കുന്ന ജഗദംബിയോ ഈശ്വരനോ ഒന്ന് മാത്രമാണ് ഉള്ളത്. പക്ഷെ ഓരോരോ ശരീരത്തിൽ അതിൻ്റേതായ സ്വഭാവത്തോടു കൂടി നിൽക്കുന്നു, ഇല്ലേ? ഇപ്പം ആനയിലാണെങ്കിൽ ചിഹ്നം വിളിക്കുക ചെയ്യുക. ആന ചിഹ്നം വിളിക്കുന്നു, ആന ഉണ്ടാക്കണ ശബ്ദം ഉണ്ടാക്കണം. ശ്വാവിലാവുമ്പോഴോ ശ്വാവ് കുരയ്ക്കണ പോലെ ബഹു ബഹുന്ന് കുരയ്ക്കണം. മനുഷ്യരിലാവുമ്പോൾ മനുഷ്യൻ്റേതായ ഭാവത്തിൽ നിൽക്കണം, ഇല്ലേ? 4 കാലും വാലും ഒക്കെ ഉള്ള ജീവികൾ ആണെങ്കിൽ അതിൻ്റെ ഭാവത്തിൽ നിൽക്കണം. അപ്പോൾ ഏതേത് ശരീരത്തിൽ നിൽക്കുന്നുണ്ടോ അതാത് ശരീരത്തിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് ഈ വൈവിധ്യം നമ്മുടെ അജ്ഞാനം കൊണ്ട് തോന്നുന്നത് മാത്രമാണ് എന്നല്ലാണ്ട് വാസ്തവത്തിൽ ഈ നാനാത്വം നിലനിൽക്കുന്നതല്ല എന്നർത്ഥം. നിത്യസ്വരൂപനായിരിക്കുന്ന ആ ആത്മാവ് ഞാൻ തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിലെ ആചാര്യസ്വാമികൾ പറയണത്. സ നിത്യലബ്ധ സ്വരൂപോ അഹം ആത്മാ. ആ പരമാത്മാവോ അല്ലച്ച ആത്മാവോ ഞാൻ തന്നെയാണ് എന്നർത്ഥം. എന്നിൽ നിന്ന് ഭിന്നമായ ഒന്നല്ല ഈശ്വരൻ. ഞാനെന്നും ഈശ്വരനും എന്ന വ്യത്യാസം തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ മനസ്സിന് വലിയ പരിഭ്രമം ഉണ്ടാവും. എപ്പോൾ ഇതൊന്നാണ് എന്ന് നമുക്ക് തോന്നുന്നുവോ അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ദുഃഖവും പരിഭ്രമവും വളരെയധികം കുറയുന്നു എന്നുള്ള തത്വമാണ്. ഞാൻ ആത്മാവാണ് എന്നാണ് സ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ എന്നാണ് എല്ലാ ശ്ലോകത്തിൻ്റെയും
അവസാനത്തെ വരി. അങ്ങനത്തെ 14 ശ്ലോകമുണ്ട്. അതാണ് ഇവിടെ ഹസ്താമലക സ്തോത്രം. നമ്മുടെ കയ്യിൽ തന്നെയാണ് ഈശ്വരൻ, വേറെയല്ല അല്ലേ? അതിന് നല്ലൊരു ഉദാഹരണം സാധാരണ പറഞ്ഞു വരാറ്, കസ്തൂരിമാൻ അതിൻ്റെ നാഭിയിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധം കൊണ്ട് ഈ വസ്തു മറ്റെവിടെയോ ആണ് എന്ന് പറഞ്ഞ് അന്വേഷിക്കണം. എത്ര അന്വേഷിച്ചാലും ഉണ്ടോ, കാണുന്നു. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ഈശ്വര ചൈതന്യത്തെ തീർത്ഥയാത്രയായിട്ടും ക്ഷേത്രയാത്രയായിട്ടും അവിടെയും ഇവിടെയൊക്കെ പോയി നമ്മൾ അന്വേഷിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് എവിടെയാണ് ഉള്ളത്? നമ്മുടെ ഉള്ളിൽ. ഇതാണ് ഹസ്താമലക സ്തോത്രത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ വിട്ടിട്ട് പുറത്ത് പോയിട്ട് അന്വേഷിച്ചാൽ ഈ ഉള്ളിലുണ്ട് എന്ന ബോധമില്ലെങ്കിൽ ഒരിക്കലും ഈശ്വരനെ പ്രകാശിച്ച് കാണാൻ സാധ്യമല്ല എന്നർത്ഥം. ഇത് തന്നെയാണ് പൂന്താനം പറഞ്ഞത്, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധഭം. കുങ്കുമത്തിൻ്റെ ഗന്ധമോ അതിൻ്റെ മാഹാത്മ്യമോ വൈശിഷ്ട്യമോ ഇല്ലേ, അത് ഏറ്റിപ്പോകുന്ന കഴുതയ്ക്ക് അറിയോ? എന്തോ പുറത്ത് ഏറ്റി പോകണു എന്നല്ലാണ്ട്. ഇതേപോലെ നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ് സത്യത്തിൽ ഈശ്വരനെ. അതിൻ്റെ ഗന്ധമോ സുഗന്ധമോ അത് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതോ നമ്മൾ അറിയുന്നില്ല. എങ്ങനെ വേണമെങ്കിലും അതിന് നമുക്ക് ഉദാഹരണം പറയാം ഇല്ലേ? വിശക്കണു, അത് എങ്ങനെയാണ് നമുക്ക് സിഗ്നൽ കിട്ടണത്? നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടാവുകൊണ്ടല്ലേ. ഇപ്പോൾ വിസർജനം വേണം എന്ന് തോന്നുന്നു, ഏതാനും നിമിഷം മുമ്പേ നമുക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട് ഇല്ലേ? ഒരു സ്ഥലം അന്വേഷിക്കാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കൃത്യമായിട്ടൊരു സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി ആ കാര്യം നിർവഹിക്കാനുള്ള സമയത്തോടുകൂടി ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരാ? ഇത് പ്രോഗ്രാം ചെയ്തിട്ട് ശരീരത്തിൽ വെച്ചിരിക്കുന്നത് ആരാ? ചിലപ്പോൾ ഇരുട്ടത്ത് നമ്മൾ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ടോർച്ച് അടിച്ചാൽ ഒരു അപകടം മുമ്പിൽ കാണാം. ആരാണ് ഈ ടോർച്ച് അടിപ്പിച്ചത്? എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം വരാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സ് രാവിലെ മുതൽക്ക് അസ്വസ്ഥമായി. അതുതന്നെയാണ് ഈ വർത്തമാനം കേൾക്കാൻ കാരണം. രാവിലെ മുതൽക്ക് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മനസ്സിനൊരു അസ്വസ്ഥത എന്ന് പറയാറുണ്ട് ചിലപ്പോഴൊക്കെ ഇല്ലേ? ഇതിനായിരുന്നു അല്ലേ? അപ്പോൾ ആരാണ് അസ്വസ്ഥത സൃഷ്ടിച്ചത്? ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് ഈശ്വരൻ. ആ ഈശ്വരൻ്റെ അംശമാണ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ. എങ്കിൽ പലവിധ അറിവുകളും നമ്മളറിയാതെ നടക്കുന്നുണ്ട്. നമ്മളറിഞ്ഞിട്ടല്ല പല സംഗതികളും നടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, രക്തത്തെ തിരിച്ചറിയും. എത്രയോ കാലം കഴിഞ്ഞിട്ടൊരു കുട്ടിയെ മകനാണെന്ന് അറിയാണ്ട് എന്തോ ഒരു സ്നേഹം, പിന്നെ മനസ്സിലാവണത് ഇത് എൻ്റെ മകനായിരുന്നു. അങ്ങനെയുള്ള എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് പറയാം. നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടല്ലാത്ത ചില അറിവ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? ഒരറിവ് നമുക്ക് ഉണ്ടാവണം. അതാണ് എന്ത്, അതിൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്ന് പറയാനുള്ള കാരണം. ഇത് തന്നെയാണ് ജീവികൾക്ക് ഒരാളെ തിരിച്ചറിയാൻ ശ്വാക്കൾക്ക് മണം കൊണ്ട് കഴിയണം അല്ലേ? നെയ്യ് പഞ്ചസാര ഇവിടെ ഉണ്ട് എന്ന് എറുമ്പുകൾക്ക് കഴിയണം. എങ്ങനെയാണിത് കഴിയുന്നത്? അവരുടെ ഒരു ഉപകരണമോ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള മൈക്രോസ്കോപ്പ് പോലത്തെ മറ്റു ഉപകരണങ്ങളൊന്നുമില്ല. അപ്പോൾ അവരെങ്ങനെയാണ് ഇത് നെയ്യാണ് ഇത് പഞ്ചസാരയാണ് എന്നറിയുന്നത്? അപ്പോൾ ആ നൈസർഗികമായിരിക്കുന്ന അവരുടെ കഴിവ്, നമ്മളെ നൈസർഗിക കഴിവ് എന്ന് പറയുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, അതുണ്ടാക്കി തീർക്കാൻ കാരണമായിട്ടുള്ളത് എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് അല്ലേ? അപ്പോൾ ചെറിയ ജീവികളാകട്ടെ വലിയ ജീവികളാകട്ടെ എല്ലാ ജീവികളുടെയും ഉള്ളിലുള്ള ആത്മാവ് ആ പരമാത്മാവിൻ്റെ അംശമാണ്. അത് വേറെ എവിടെയുമല്ല നിൽക്കുന്നത്, എൻ്റെ സ്വന്തം ഉള്ളിൽ തന്നെയാണ്. ഈ ഒരനുഭവം ഈ ഒരു തിരിച്ചറിവും ഉണ്ടായാൽ അവർക്ക് ജ്ഞാനം പ്രകാശിക്കാൻ തുടങ്ങി എന്ന് പറയാം. വളരെ വിഷമാണത്, എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ സത്സംഗം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും സാധിക്കും. അതാണ് സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിശ്ചലതത്വം, നിശ്ചലതത്തെ ജീവൻ മുക്തി എന്ന് പറഞ്ഞത്. ക്രമേണ ചിന്തയിൽ കൂടിയിട്ട് നല്ല കാര്യങ്ങൾ കേൾക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, ശ്രവണ മനന നിധിധ്യാസങ്ങളിൽ കൂടി നമുക്ക് ഈ തത്വം മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ. പല ശരീരത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ പല ശരീരത്തിലും പ്രകാശിക്കുകയാണ്. രണസ നിത്യോപലബ്ധി സ്വരൂപോ അഹം ആത്മാ, ഞാൻ തന്നെയാണ് ആത്മാവ്. ഈ ബോധത്തിനാണ് സർവശാസ്ത്രങ്ങളും നമ്മൾ പഠിക്കണത്. അതുകൊണ്ട് കോടി തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ആചാര്യസ്വാമികൾ മറ്റൊരു ദിക്കിൽ പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ബ്രഹ്മോ ജീവേവ നാപര. ബ്രഹ്മമാണ് സത്യം, ലോകം എന്ന് പറഞ്ഞാൽ അസത്യമാണ്. നമ്മൾ
ആ ഭഗവാന്റെ ഒരംശമാണ്. അതങ്ങോട്ട് അറിഞ്ഞാൽ വേറെ യാതൊന്നും അറിയേണ്ടതായിട്ടില്ല. അത്താമലക സ്തോത്രത്തിൽ എൻ്റെ കയ്യിലാണ് ഈശ്വരൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത്താമലകം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലാണ്, നെല്ലിക്ക പോലെയാണ് ഈശ്വരൻ. ഇത് വേറെ എവിടെയും അല്ല. യ ഏകോ വിഭാതി സ്വതശുദ്ധചേത പ്രകാശസ്വരൂപോപി നാനേവദീഷു ശരാവോദകസ്ഥോ യഥാ ഭാനുരേഖ സ നിത്യോ വലതി സ്വരൂപോഹം ആത്മാ. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.